സ്വർഗം വിട്ടവൻ എനിക്കായി കരുതാതിരിക്കുമോ? എനിക്കായി സ്വപുത്രനെ തന്നവൻ തൻ കൂടെല്ലാം നൽകാതിരിക്കുമോ? എന്നെ മാത്രം കണ്ടു സ്വർഗം വിട്ടവൻ എനിക്കായി കരുതാതിരിക്കുമോ? ഹല്ലേലൂയ സ്വർഗത്തിൽ മുഴങ്ങട്ടെ, ഹല്ലേലൂയ എൻ ഹൃദയത്തിൽ ഉയരട്ടെ. ക്രൂശൻ സ്നേഹം മാത്രം എൻ്റെ ഉള്ളത്തിൽ കീർത്തനമായി എന്നും നിലനിൽക്കട്ടെ. ഹല്ലേലൂയ സ്വർഗത്തിൽ മുഴങ്ങട്ടെ, ഹല്ലേലൂയ എൻ ഹൃദയത്തിൽ ഉയരട്ടെ. ക്രൂശൻ സ്നേഹം മാത്രം എൻ്റെ ഉള്ളത്തിൽ കീർത്തനമായി എന്നും നിലനിൽക്കട്ടെ. എൻ പേർക്കായി യാഗമൃഗമായവൻ എൻ്റെ കണ്ണീർ കാണാതിരിക്കുമോ? എല്ലാവരാലും ഒറ്റപ്പെട്ട കുഞ്ഞാടു കാണവരെ ഉയർത്താതിരിക്കുമോ? എൻ പേർക്കായി യാഗമൃഗമായവൻ എൻ്റെ കണ്ണീർ കാണാതിരിക്കുമോ? എല്ലാവരാലും ഒറ്റപ്പെട്ട കുഞ്ഞാടു താണവരെ ഉയർത്താതിരിക്കുമോ? ഹല്ലേലൂയ സ്വർഗത്തിൽ മുഴങ്ങട്ടെ, ഹല്ലേലൂയ എൻ ഹൃദയത്തിൽ ഉയരട്ടെ. ക്രൂശൻ സ്നേഹം മാത്രം എൻ്റെ ഉള്ളത്തിൽ കീർത്തനമായി എന്നും നിലനിൽക്കട്ടെ. ഹല്ലേലൂയ സ്വർഗത്തിൽ മുഴങ്ങട്ടെ, ഹല്ലേലൂയ എൻ ഹൃദയത്തിൽ ഉയരട്ടെ. ക്രൂശൻ സ്നേഹം മാത്രം എൻ്റെ ഉള്ളത്തിൽ കീർത്തനമായി എന്നും നിലനിൽക്കട്ടെ. ഏറ്റം വ്യസനപുത്രനായിരുന്ന എഫേസിന്റെ അതിരുകൾ വിശാലമാക്കിയോൻ, ഇസഹാക്കിനായൊരാട്ടുകൊറ്റനെ കരുതിയോൻ എനിക്കായി കരുതാതിരിക്കുമോ? ഏറ്റം വ്യസനപുത്രനായിരുന്ന എഫേസിന്റെ അതിരുകൾ വിശാലമാക്കിയോൻ, ഇസഹാക്കിനായൊരാട്ടുകൊറ്റനെ കരുതിയോൻ എനിക്കായി കരുതാതിരിക്കുമോ? ഹല്ലേലൂയ സ്വർഗത്തിൽ മുഴങ്ങട്ടെ, ഹല്ലേലൂയ എൻ ഹൃദയത്തിൽ ഉയരട്ടെ. ക്രൂശൻ സ്നേഹം മാത്രം എൻ്റെ ഉള്ളത്തിൽ കീർത്തനമായി എന്നും നിലനിൽക്കട്ടെ. ഹല്ലേലൂയ സ്വർഗത്തിൽ മുഴങ്ങട്ടെ, ഹല്ലേലൂയ എൻ ഹൃദയത്തിൽ ഉയരട്ടെ. ക്രൂശൻ സ്നേഹം മാത്രം എൻ്റെ ഉള്ളത്തിൽ കീർത്തനമായി എന്നും നിലനിൽക്കട്ടെ. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു.
ദൈവത്തിന് സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 5-ാം വാക്യം നമുക്ക് വായിച്ച് കേൾക്കാം. കയീന് ഏറ്റവും കോപമുണ്ടായി, അവന്റെ മുഖം വാടി. എന്നാറെ യഹോവ കയീനോട്, നീ കോപിക്കുന്നത് എന്തിന്? നിന്റെ മുഖം വാടുന്നതുമെന്ത്? നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദമുണ്ടാകുകയില്ലയോ? ദൈവപ്രസാദം ഉണ്ടാകുകയില്ലയോ? ദൈവത്തിന് പ്രസാദം നിനക്ക് ലഭിക്കുമല്ലോ. നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിക്കൽ കിടക്കുന്നു. നീ നന്മ ചെയ്യുന്നില്ല എങ്കിലോ പാപം വാതിക്കൽ കിടക്കുന്നു. നിന്നെ വിഴുങ്ങാൻ, നിന്നെ ഗ്രസിക്കാൻ, നിന്നെ നശിപ്പിക്കാൻ പാപം വാതിക്കൽ തന്നെയുണ്ട്. അതിന്റെ ആഗ്രഹം നിങ്കലേക്കാകുന്നു. പാപത്തിന്റെ ആഗ്രഹം, പാപത്തിന് വേണ്ടിയുള്ള പിശാചിന്റെ ആഗ്രഹം നിങ്കലേക്കാകും. നിന്നെ വശീകരിക്കുക, നിന്നെ നശിപ്പിക്കുക എന്നുള്ളതാണ് പിശാചിന്റെ ഉദ്ദേശം. അതുകൊണ്ട് പാപം വാതിക്കൽ കിടക്കുന്നതിന്റെ ആഗ്രഹം നിങ്കലേക്കാകുന്നു. നീയോ അതിനെ കീഴടക്കണമെന്ന് കൽപ്പിച്ചു. പാപത്തെ കീഴടക്കണമെന്ന് കൽപ്പിച്ചു. കയീന്റെ മുഖം വാടി. ദൈവത്തിന് സ്തോത്രം. എന്നാൽ മുഖം വാടാൻ കാരണം ദൈവം കയീനിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചില്ല, എന്നാൽ ഹാബേലിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചു. സഹോദര സ്നേഹം അവിടെ നഷ്ടപ്പെട്ടു. കയീനും ഹാബേലും ജ്യേഷ്ഠനും അനുജനുമാണ്, പക്ഷേ സ്നേഹം നഷ്ടപ്പെട്ടു. ആദ്യ കുടുംബത്തിൽ തന്നെ സ്നേഹം നഷ്ടപ്പെട്ടു. ആദ്യ കുടുംബത്തിൽ തന്നെ വൈരാഗ്യത്തിൻ്റെ വിത്ത് പാകി. സാത്താൻ വലിയ ഭീകര ഉപദ്രവിയാണ്. അവൻ തിന്മയുടെയും വൈരാഗ്യത്തിൻ്റെയും പകയുടെയും വിദ്വേഷത്തിൻ്റെയും പ്രതികാരത്തിൻ്റെയും വിത്തുകൾ പാകും മനുഷ്യ ഹൃദയത്തിൽ. നിങ്ങളുടെ ഹൃദയത്തിൽ കോപം വരുന്നുണ്ടോ? ഹൃദയത്തിൽ ഈർഷ്യ വരുന്നുണ്ടോ? ഹൃദയത്തിൽ വൈരാഗ്യം ആരോടെങ്കിലും ഉണ്ടോ? ആരോടെങ്കിലും നിങ്ങൾക്ക് പകയുണ്ടോ? ആരോടെങ്കിലും വിദ്വേഷമുണ്ടോ? സാത്താനാണ് അതിൻ്റെ പിന്നിൽ, പിശാചാണ് അതിൻ്റെ പിന്നിൽ. ഒരു സംശയവും വേണ്ട പ്രിയപ്പെട്ടവരെ. നിങ്ങളുടെ ഹൃദയത്തിൽ വാശിയോ വൈരാഗ്യമോ പകയോ വിദ്വേഷം വരുമ്പോൾ ഓർത്തുകൊള്ളണം, സാത്താനിൻ്റെ പിന്നിലുണ്ട്. കയീൻ്റെ ഹൃദയത്തിൽ കോപമുണ്ടായി. കയീന് കോപം വന്നു. സഹോദരനോട് അവന് ഈർഷ്യ തോന്നി. കണ്ടോ, അവൻ കൊടുത്തത് ദൈവം സ്വീകരിച്ചു, ഞാൻ കൊടുത്ത ദൈവം സ്വീകരിച്ചില്ല. ദൈവം കയീനിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. കയീനിൽ പ്രസാദിക്കാത്തത് കൊണ്ടാണ് കയീൻ്റെ വഴിപാടിൽ പ്രസാദിക്കാത്തത്. കയീനിൽ ദൈവം പ്രസാദിച്ചില്ല. കയീൻ്റെ കാര്യത്തിൽ ദൈവത്തിന് പ്രസാദം തോന്നിയില്ല. കാരണം കയീൻ്റെ സ്വഭാവം നല്ലതായിരുന്നില്ല. നിങ്ങൾക്ക് ഞാൻ ആദ്യം പറഞ്ഞ് മനസ്സിലായല്ലോ, സ്നേഹം നഷ്ടപ്പെട്ടു, സഹോദര സ്നേഹം നഷ്ടപ്പെട്ടു. ഹൃദയം നല്ലതല്ലാത്ത ഹൃദയം കൊണ്ട് എന്ത് വഴിപാട് കഴിച്ചാലും ദൈവം പ്രസാദിക്കുകയില്ല. ഹൃദയം നന്നാകാതെ എന്ത് വഴിപാട് കഴിച്ചാലും ദൈവം പ്രസാദിക്കുകയില്ല. നിങ്ങൾ ഒന്ന് സങ്കല്പിക്കൂ, നിങ്ങൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്തേക്ക് യാത്ര പോയി അവിടെ ചെന്നു. നിങ്ങൾ എന്തെല്ലാമോ കാര്യങ്ങളൊക്കെ അവിടെ നടത്താനുണ്ടായിരുന്നു. ടൗണിലാണ്, സിറ്റിയിലാണ്, കാര്യങ്ങൾ നടത്തി കഴിഞ്ഞു. എന്തെങ്കിലും അല്പം കഴിക്കാം, വിശപ്പ് തോന്നുന്നു, ദാഹം തോന്നുന്നു, അല്പം ചായ കുടിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ തിന്നുകയും എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ച് ഒരു ഹോട്ടൽ കയറി. നല്ല മനോഹരമായ കെട്ടിടം, സുന്ദരമായ കെട്ടിടം. അതിൻ്റെ ഹോട്ടലിലെ വേഷവിധാനങ്ങളെല്ലാം മനോഹരം. കാരണം അതിൽ നല്ല കസേരകൾ, നല്ല മേശകൾ, എല്ലാം നല്ല വൃത്തിയായിരിക്കുന്ന വൃത്തിയായിരിക്കുന്ന കസേര. നിങ്ങൾ അവിടെ വെച്ചിരിക്കുന്നതായ അലമാരിയിലേക്ക് നോക്കി, ധാരാളം വിഭവങ്ങൾ, നല്ല സുന്ദരമായി മധുരതരമായ വിഭവങ്ങളോടെ ഇരിക്കുന്നു. നിങ്ങൾ അതിലേതോ ഒരു വിഭവം നിങ്ങൾ ഓർഡർ ചെയ്തു. എന്താ, കേക്ക് എന്നായിരിക്കട്ടെ, ഒരു കേക്ക് നിങ്ങൾ ഓർഡർ ചെയ്തു. കേക്കിൻ്റെ കഷ്ണം കണ്ടാൽ കൊതി കൂറുന്ന കേക്കാണ്, നല്ല മനോഹരമായ കേക്ക്. നിങ്ങളവിടെ ഇരുന്നു ഓർഡർ ചെയ്തു. ചായ വേണമെന്ന് പറഞ്ഞു, ചായയും കൊണ്ടുവന്ന് ചോദിച്ചു. ഈ കേക്ക് കൊണ്ടുവന്നപ്പോൾ ആ വെയിറ്ററുടെ കയ്യിൽ ഈ കേക്കിൻ്റെ സോസർ ഇരിക്കുകയാണ്, കേക്കിൻ്റെ പ്ലേറ്റ് ഇരിക്കുകയാണ്. നിങ്ങൾ ഒന്ന് ഞെട്ടി. കാരണം ആ കേക്ക് വെച്ചിരിക്കുന്ന ആ പാത്രത്തിൻ്റെ വക്കീൽ ഇദ്ദേഹത്തിന് കൈ പിടിച്ചിരിക്കുന്നു. ആ കയ്യിൽ വ്രണമുണ്ട്. അതുകൊണ്ട് ആ വ്രണമുള്ള കൈ കൊണ്ട് കൊണ്ടുവന്നപ്പോൾ അതിലെ ചലം, അതിലെ ആ ഫ്ലൂയിഡ്, അത് ആ പ്ലേറ്റിൽ വക്കത്തെല്ലാം പുരണ്ടിരിക്കുന്നു. നിങ്ങൾ എന്തു ചെയ്യും? നിങ്ങളത് കേക്ക് ഭക്ഷിക്കുമോ? ഭക്ഷിക്കുകയില്ല. നിങ്ങളൊരു കാര്യം ചെയ്യും. നിങ്ങൾ എഴുന്നേറ്റ് ചെന്ന് അവിടെ മാനേജറുടെ അടുക്കൽ ചെന്ന് പറയും, അതുകൊണ്ട് ഞാൻ പോകാൻ അല്പം തിടുക്കമുണ്ട് എന്ന് പറഞ്ഞു. നിങ്ങൾ പൈസ കൊടുത്ത് നിങ്ങൾ പോകും, കഴിക്കില്ല. കാരണം എന്താണ്? കേക്ക് നല്ലതാണ്, കേക്ക് വെച്ചിരിക്കുന്ന പ്ലേറ്റ് നല്ലതാണ്, ആ ഹോട്ടൽ നല്ലതാണ്, അവിടെയുള്ള ഇരിപ്പിടങ്ങൾ നല്ലതാണ്, അവിടെയുള്ള മേശ നല്ലതാണ്, പലതും നല്ലതുണ്ട്. പക്ഷേ കൊണ്ടുവന്ന കൈകൾ അശുദ്ധിയുള്ള കൈകളാണ്, ദുർഗന്ധം വമിക്കുന്ന ചലമുള്ള കൈകളാണ്. അതുകൊണ്ട് നിങ്ങൾ ആ കേക്ക് ഭക്ഷിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കട്ടെ. നമ്മളനേകം പേര് വർണ്ണമുള്ള കൈകൾ കൊണ്ടാണ് നാം ദൈവത്തിന് വഴിപാടർപ്പിക്കുന്നത്.
നമ്മുടെ കയ്യിൽ വ്രണമുണ്ട്, നമ്മുടെ കയ്യിൽ തിന്മയുണ്ട്. കയ്യിൽ എന്ന് വെച്ചാൽ ഈ കയ്യിലുണ്ടെന്നല്ല, ഹൃദയത്തിൽ. നമ്മുടെ ജീവിതത്തിൽ അശുദ്ധിയുണ്ട്. ചീത്ത ജീവിതം നയിക്കുന്നവരാണ്. പുറത്തു പറയാൻ അറയ്ക്കുന്ന ജീവിതം നയിക്കുന്ന അനേകരുണ്ട്. സ്വന്തം ഭാര്യയായിട്ട് അന്യസ്ത്രീയിലേക്ക് ആകർഷിച്ചു പോകുന്ന പുരുഷന്മാരുണ്ട്. സ്വന്തം ഭർത്താവിനല്ലാതെ മറ്റ് പുരുഷന്മാർക്ക് സ്നേഹം കൊടുക്കുന്ന ഭാര്യമാരുണ്ട്. മാതാപിതാക്കളെ അനുസരിക്കാത്ത മക്കളുണ്ട്. മാതാപിതാക്കളെ ശപിക്കുന്ന മക്കളുണ്ട്. അല്ല, മക്കളെ ശപിക്കുന്ന മാതാപിതാക്കളുണ്ട്. എല്ലാം തെറ്റാണ് പ്രിയപ്പെട്ടവരെ, തെറ്റാണ്. നോക്കൂ, എന്തെല്ലാം കുതന്ത്രങ്ങളാണ്. അഴിമതി വാങ്ങിയ അഴിമതിക്ക് കൂട്ടുനിന്ന കൈകൾ, കൈക്കൂലി വാങ്ങിയ കൈകൾ, കള്ളത്തരത്തിന് കൂട്ടുനിന്ന കൈകൾ, നുണ പറഞ്ഞ നാവുകൾ, അശുദ്ധ വാക്കുകൾ പറഞ്ഞ നാവുകൾ, ചീത്ത പടങ്ങൾ കണ്ട് രസിച്ച കണ്ണുകൾ, എല്ലാം അശുദ്ധം. എന്നിട്ടാണ് നിങ്ങൾ പള്ളിയിൽ വന്ന് ദൈവമേ നീ പരിശുദ്ധനാകും നീട്ടി ചൊല്ലുന്നത് പ്രിയപ്പെട്ടവരെ. എന്നിട്ടാണ് നിങ്ങൾ എന്നും പ്രാർത്ഥനയിൽ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ അനുഗ്രഹം ചെയ്യണമേ എന്ന് ഇരുകരവും ഇടർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നത്. പ്രിയപ്പെട്ടവർ, ദൈവം കേൾക്കുകയില്ല, ദൈവം സ്വീകരിക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ എന്തെല്ലാം സമർപ്പണം പറഞ്ഞാലും ദൈവം കൈക്കൊള്ളുകയില്ല. ആദ്യം നിൻ്റെ കൈ ശുദ്ധമാകട്ടെ. അതിൽ വ്രണം നിറഞ്ഞിരിക്കുന്നു, കുഷ്ഠരോഗം ബാധിച്ചിരിക്കുന്നു, ആത്മാവിൻ്റെ കുഷ്ഠരോഗം ബാധിച്ചിരിക്കുന്ന കൈകൾ. ഇത് മനസ്സിലാകുമോ നിങ്ങൾക്ക്? പിതാക്കന്മാരത് കണ്ടിരുന്നു, പിതാക്കന്മാർക്ക് അത് അറിയാമായിരുന്നു. അതാണ് പിതാക്കന്മാർ പാടിയത്. നോക്കണമെൻ ദുരിതം നാഥ, പലതര ദോഷം ഞാൻ ചെയ്തു കോപിപ്പിച്ചു, ശരണമെനിക്കില്ല വൈദ്യന്മാർ മക്കൾ, ഞാൻ പോയി അവരൗഷധമെല്ലാം ചെയ്തിട്ടില്ലൊരു ഗുണവും, എൻ വ്രണമോ കഠിനം. നൽവൈദ്യ നിന്നെ ഔഷധ ഗുണവും ഞാൻ കേട്ടു, നിങ്ങൾ വരുന്നോ സുഖമേൽക്കും നൂനം. എൻ്റെ കർത്താവേ, എൻ്റെ കൈകളിൽ വ്രണം നിറഞ്ഞിരിക്കുകയാണ്, എൻ്റെ ദുരിതം നിന്ന് കാണണമേ. എൻ്റെ കൈകൾ കുഷ്ഠരോഗം ബാധിച്ച എൻ്റെ കൈകൾ പോലെ അശുദ്ധമായിരിക്കുന്നു. എൻ്റെ കൈകളിൽ നിന്ന് വ്രണങ്ങൾ പൊട്ടി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആ ചലത്തിന് ദുർഗന്ധമുണ്ട്. എൻ്റെ കർത്താവേ, എൻ്റെ ദുരിതം നീ ഒന്ന് നോക്കണമേ. അനേകം തെറ്റുകൾ എനിക്ക് വന്നുപോയി, അനേകം പാവങ്ങൾ എനിക്ക് സംഭവിച്ചു പോയി. പുറത്തു പറയാൻ ലജ്ജിക്കുന്നതായ അനേകം പാവങ്ങൾ ഞാൻ വീണുപോയി. എൻ്റെ കയ്യിലുള്ള രൂപ മുഴുവൻ എൻ്റെ അല്ലാതെ മറ്റുള്ളവരെയും കൂടെ ഞാൻ അപഹരിച്ചിട്ടുണ്ട്. കർത്താവേ, തെറ്റുകൾ സംഭവിച്ചു പോയി. എൻ്റെ നാഥ, നീ എന്നോട് ക്ഷമിക്കണമേ. നോക്കണമേ ദുരിതം നാഥ, പലതര ദോഷം ഞാൻ ചെയ്തു, എനിക്ക് നീ വേറെ നീക്കുവൊക്കില്ല. ഞാൻ ഇതാ നിൻ്റെ അടുക്കിലേക്ക് വരുന്നു. നല്ല വൈദ്യനായുള്ളവേ, നിൻ്റെ അടുക്കിലേക്ക് ഞാൻ സൗഖ്യം പ്രാപിക്കാനായിട്ട് ഓടി വരികയാണ്. എനിക്കൊരു സമാധാനം കിട്ടാനായിട്ട് ഞാൻ തീർത്ഥയാത്രയ്ക്ക് നടന്നുപോയി നോക്കി. കർത്താവേ, ഞാൻ പള്ളിക്ക് ചുറ്റും ഉരുണ്ട് നേർച്ച നടത്തി നോക്കി, ഉരുണ്ടു. പള്ളിക്ക് ചുറ്റും ഞാൻ 10 പ്രാവശ്യം മുട്ടുമേൽ എഴുതി നടന്നു നോക്കി. കരുണയുള്ള കർത്താവേ, ഞാൻ പുണ്യസ്ഥലങ്ങളിലേക്ക് തീർത്ഥയാത്ര ചെയ്തു നോക്കി, ഞാൻ വഴിപാട് കൊടുത്തു നോക്കി. പക്ഷേ എൻ്റെ പാപത്തിന് പരിഹാരമായില്ല. ഇന്നും എൻ്റെ ആന്തരാത്മാവിൽ വ്രണം ബാധിച്ചിരിക്കുന്നു. അകത്ത് വ്രണമാണ്, അകത്ത് ദുർഗന്ധമാണ്, അകത്ത് ചീഞ്ഞ സ്വഭാവമാണ്, അശുദ്ധിയാണ്. അശുദ്ധി പോകുന്നില്ല, അശുദ്ധ വികാരങ്ങൾ പോകുന്നില്ല, അശുദ്ധമായ ചിന്തകൾ പോകുന്നില്ല, മലിനമായ മോഹങ്ങൾ പോകുന്നില്ല. പുറത്തു പറയാൻ എനിക്ക് ലജ്ജ തോന്നുന്നതായ കാര്യങ്ങൾ എൻ്റെ അകത്തുണ്ട് കർത്താവേ. ദൈവത്തിന് സ്തോത്രം. അനേകം വൈദ്യന്മാരുടെ അടുക്കൽ പോയി എനിക്ക് രക്ഷ കിട്ടിയില്ല. എന്നാൽ ഇപ്പോൾ കർത്താവേ, ഞാൻ ഇങ്ങനെ പോയാൽ എന്തായിത്തീരും? ഞാൻ എൻ്റെ പാവത്തിൽ മരിച്ചു പോകേണ്ടി വരും. പാവത്തിൽ മരിച്ചാലോ ഒന്നിച്ച് നരകത്തിലേക്ക് ഞാൻ പോകും. അതെനിക്ക് സംഭവിക്കരുത്. സഹോദരങ്ങളെ, നിങ്ങൾ പറയട്ടെ, ഇത് നിങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ അത്ഭുതകരമായ മാറ്റം നിങ്ങൾക്ക് ലഭിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ പ്രവർത്തിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ വ്യത്യാസം വരുത്തും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് സാക്ഷാത്തായ പരിവർത്തനം വരുത്തും. ഹൃദയം മാറും. നിങ്ങൾ ഇന്ന് കോപിഷ്ഠനാണെങ്കിൽ കോപം വരാത്ത സ്ഥിതിയിലായിത്തീരും, കോപാക്രാന്തനായിത്തീരും. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർക്കുകയാണ്, ഞാൻ എൻ്റെ ചെറുപ്രായത്തിൽ ഞാൻ കോപിഷ്ഠനായിരുന്നു. പെട്ടെന്ന് വാശിയുള്ള മനുഷ്യനായിരുന്നു. പെട്ടെന്ന് ശാഠ്യം പിടിക്കുന്ന പ്രവൃത്തിയുള്ളവനായിരുന്നു. എൻ്റെ അമ്മയോടെല്ലാം ഞാൻ കോപിച്ചിട്ടുണ്ട്. പിന്നീട് അതെല്ലാം ഓർത്ത് ഞാൻ ദുഃഖിക്കുകയും അമ്മയോട് അതെല്ലാം പറയുകയും ചെയ്തിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ വലിയ വാശിയുള്ള മനുഷ്യനായിരുന്നു. ഞാൻ ഒരു ഏറ്റവും അപകർഷ്ടാവസ്ഥയിലായിരുന്നുവെങ്കിൽ തന്നെയും അന്നും എൻ്റെ ദുസ്വഭാവം എന്നിൽ അകത്തുണ്ടായിരുന്നു. പുറമേ ആർക്കും അറിഞ്ഞുകൂടാ, പുറമേ ആരോടും കോപിക്കാനൊന്നും പോയിട്ടുമില്ല. എന്നാൽ വീട്ടിൽ ഞാനൊരു വാസ്തവത്തിൽ അമ്മയ്ക്കൊരു വേദനാ വിഷയമായിരുന്നു. ദൈവത്തിന് സ്തോത്രം.
പ്രിയപ്പെട്ടവരെ, എന്നാൽ 17-ാമത്തെ വയസ്സിൽ ഈ ആയുസ് യേശുവിനെ കൈമാറിയപ്പോൾ എൻ്റെ കോപം എങ്ങോട്ട് പോയി എന്ന് എനിക്കറിയാൻ വയ്യാതായി. ദൈവത്തിന് സ്തോത്രം. ദുശ്ശാഠ്യങ്ങളെല്ലാം പോയി. എൻ്റെ നീരസപ്പെടുന്ന സ്വഭാവം കർത്താവ് മാറ്റിത്തന്നു. ദൈവത്തിന് സ്തോത്രം. മറ്റുള്ളവരെ താഴ്ത്തി കെട്ടുന്നതായ സ്വഭാവം അതും കർത്താവ് മാറ്റിത്തന്നു. മറ്റുള്ളവരെ ബഹുമാനിക്കാൻ കർത്താവിന് കൃപ തന്നു. എല്ലാവരെയും ആദരിക്കണമെന്ന് കർത്താവ് എനിക്ക് പഠിപ്പിച്ചു തന്നു. എല്ലാവരെയും ശ്രേഷ്ഠരായിട്ട് എണ്ണണമെന്ന് കർത്താവ് എനിക്ക് മനസ്സിലാക്കി തന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവ് എന്നെ ആത്മീയ വഴിയിലൂടെ ഇങ്ങനെ കൈപിടിച്ച് നടത്തിക്കൊണ്ട് പോവുകയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്നും ആ കരം വിട്ടിട്ടില്ല. എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാനൊരു കാര്യം പറയട്ടെ. യേശു ക്രിസ്തുവിൻ്റെ കരം നിങ്ങളുടെ കാര്യത്തിൽ പിടിക്കട്ടെ. നിങ്ങളെ രൂപാന്തരപ്പെടുത്തും. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ സ്വഭാവം മാറ്റിത്തരും. നിങ്ങളുടെ വേദനകളവൻ മാറ്റിത്തരും. നിങ്ങളുടെ ദുഃഖങ്ങളവൻ മാറ്റിത്തരും. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വിഷാദഭാവങ്ങൾ മാറ്റിത്തരും. നിങ്ങളുടെ അപകർഷതാബോധം മാറ്റിത്തരും. മാത്രമല്ല നിങ്ങളുടെ ക്രുദ്ധിക്കുന്ന സ്വഭാവം മാറ്റിത്തരും. നിങ്ങളുടെ ശാഠ്യം പ്രകടിക്കുന്ന ശാഠ്യപ്രകൃതി മാറ്റിത്തരും. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ അഹങ്കാരം മാറ്റിത്തരും. നിങ്ങളുടെ അഹന്ത മാറ്റിത്തരും. ഒന്നിലും അഭിമാനിക്കാനില്ല എന്നുള്ള ഒരു എളിമ നിങ്ങൾക്ക് തരും. അഭിമാനിക്കാൻ ഒന്നുമില്ല, ഒന്നിലും പ്രശംസിക്കാനില്ല. ആകെ ഉള്ളത് പ്രശംസിക്കാനുള്ളത് യേശുവിനെ സ്നേഹിക്കുന്നു എന്നുള്ള ഒറ്റ കാര്യം മാത്രം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആ ഒരു സ്വന്തമായ ആ ഒരു സ്വത്തുമായിട്ടാണ് ഞാൻ നടക്കുന്നത്. ഏതാണ് സ്വത്ത്? യേശുവിനെ സ്നേഹിക്കുന്നുള്ളതായ ഒരു സ്വത്ത്. ദൈവത്തിന് സ്തോത്രം. യേശു നിത്യനായ ദൈവം എന്നെ സ്നേഹിക്കുന്നു. ഈ അണ്ടകടാകത്ത് മെനഞ്ഞവനായ ദൈവം സൂര്യനെയും ചന്ദ്രനെയും എണ്ണിയാൽ തീരാത്ത നക്ഷത്ര രാശികളെയും ഗാലക്സിയെയും മെനഞ്ഞ നിത്യനായ ദൈവം ഈ നിസ്സാര മനുഷ്യനെ വ്യക്തിപരമായി അറിയുന്നു, വ്യക്തിപരമായി സ്നേഹിക്കുന്നു എന്നുള്ള ഒരു വിശ്വാസം. അതാണ് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ എൻ്റെ സ്വത്ത്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് ഈ സ്വത്ത് വേണമോ? യേശുവിന് വേണമോ? യേശുവിൻ്റെ അരികത്തേക്ക് വന്നിട്ടുണ്ട്. നിങ്ങളെ സ്വീകരിപ്പാൻ യേശു മനസ്സാണ്. നിങ്ങളുടെ അരികത്തേക്ക് യേശു വന്നിട്ടുണ്ട്. സ്വഭാവം മാറ്റിത്തരും, കോപം മാറ്റിത്തരും, വാശിയും വൈരാഗ്യവും മാറ്റിത്തരും, പകയും വിദ്വേഷവും മാറ്റിത്തരും. പിണങ്ങിയിരിക്കുന്നവരോട് ഇണങ്ങാൻ നിങ്ങൾക്ക് തോന്നും. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ അപ്പനോടോ അമ്മയോടോ കോപിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കാൻ നിങ്ങൾക്ക് തോന്നും. നിങ്ങളുടെ സഹോദരങ്ങളോട് ദ്വേഷിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ വീട്ടിൽ കയറി ചെന്ന് സ്നേഹമായി സംസാരിക്കാൻ നിങ്ങൾ തുടങ്ങും. പ്രിയപ്പെട്ടവരെ, എല്ലാ മാറ്റം വരും. നിങ്ങൾ സൗമ്യ പ്രകൃതിയുള്ളവരായിത്തീരും. സൗമ്യത, ശാന്തത നിങ്ങളുടെ കൈമുതലായിത്തീരും. നിങ്ങളുടെ ജീവിതത്തിൽ ദ്രവ്യാഗ്രഹം മാറിപ്പോകും. എല്ലാം മാറി സ്വച്ഛ സുന്ദരമാകുന്ന അനുഗ്രഹീതമായ ഒരു നല്ല ജീവിതം നിങ്ങൾക്ക് തരാനാണ് കർത്താവ് നിങ്ങൾ വിളിക്കുന്നത്. വേണമോ നിങ്ങൾക്ക്? ദൈവത്തിന് സ്തോത്രം. നമുക്ക് പാടാം. കൃപയുടെ വാതിലിതാ. കൃപയുടെ വാതിലിതാ പൂട്ടുവാൻ തുടങ്ങുന്നു. കൃപയുടെ വാതിലിതാ പൂട്ടുവാൻ തുടങ്ങുന്നു. സോദരരെ, ഓടി വന്നാൽ നിങ്ങൾക്കും പ്രവേശിക്കാം. സോദരരെ, ഓടി വന്നാൽ നിങ്ങൾക്കും പ്രവേശിക്കാം. ഞാനും എനിക്ക് എനിക്കുള്ളതെല്ലാം യേശുവിനു സ്വന്തമേ. ഞാനും എനിക്കുള്ളതെല്ലാം യേശുവിനു സ്വന്തമേ. അവൻ എന്നെ നടത്തുന്നു, എനിക്കൊന്നും മുട്ടില്ല. അവൻ എന്നെ നടത്തുന്നു, എനിക്കൊന്നും മുട്ടില്ല. ജനത്തെ കണ്ടൻ യേശു പുഞ്ചിരി തൂകിടുന്നു. തൻ ജനത്തെ കണ്ടൻ യേശു പുഞ്ചിരി തൂകിടുന്നു. ദൈവദൂത സംഘമെല്ലാം നോക്കി നോക്കി നിൽക്കുന്നു. ദൈവദൂത സംഘമെല്ലാം നോക്കി നോക്കി നിൽക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കയ്യിന് ഏറ്റവും കോപമുണ്ടായി. കയ്യിൻ്റെ വഴിപാടിൽ ദൈവം പ്രസാദിച്ചില്ല. കയ്യൻ കോപിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ. കാരണം കയ്യിനിലെ ദൈവം പ്രസാദിക്കത്തക്കമുള്ള സ്വഭാവമായിരുന്നില്ല അവൻ്റേത്. അവനിൽ സ്നേഹം ഉണ്ടായിരുന്നില്ല, സഹോദര സ്നേഹം ഉണ്ടായിരുന്നില്ല. കയ്യിൻ്റെ വഴിപാടിൽ പ്രസാദിക്കാതെ കയ്യിന് ദൈവത്തിൻ്റെ പ്രസാദം കിട്ടാതെ വന്നപ്പോഴല്ല സ്നേഹം ഇല്ലാതായത്. അവൻ്റെ സ്വഭാവത്തിൽ, ആ ജന്മന തന്നെ അവൻ്റെ സ്വഭാവത്തിൽ പാവം ലയിച്ചു കിടക്കുകയാണ്. അവൻ ഹൗവായുടെ ഗർഭത്തിൽ ഉരുവായപ്പോൾ തന്നെ അവനിൽ മനുഷ്യപ്രകൃതി, സാത്താന്യ പ്രകൃതി കടന്നുകൂടിയിരിക്കുകയാണ്. നാം എല്ലാവരും പ്രകൃതിയ പാപികളാണ്. നാം എല്ലാവരും ജന്മന പാപികളാണ്. നാം ആരും നീതിമാന്മാരല്ല. ദൈവത്തിന് സ്തോത്രം. നാം ആരും കുറ്റമറ്റവരല്ല. പാപം നമ്മിലുണ്ട്, തിന്മ നമ്മിലുണ്ട്. പ്രിയപ്പെട്ടവരെ, ജന്മന നാം എല്ലാവരും പാപത്തിൽ ജനിച്ചവരാണ്. അതാണ് പറഞ്ഞത്, ഇതാ അകൃത്യത്തിൽ ഞാൻ ഉരുവായി, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു എന്ന്. ഗർഭം ധരിക്കുന്ന പാപമാണെന്നല്ല പറഞ്ഞത്. ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭം മുതലേ ഞാനൊരു പാവിയാണെന്നാണ് പറഞ്ഞത്. അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുമ്പോൾ തന്നെ ഞാനൊരു പാവിയാണ്. കാരണം സാത്താൻ്റെ ചൊൽപ്പടിക്ക് നിന്നത് മൂലമാണ് ഈ ഏദൻ തോട്ടത്തിൽ നിന്ന് ഞാൻ പുറത്തേക്ക് വരാൻ ഇടയായത്. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രതീസായിൽ നിന്ന് ഞാൻ പുറന്തള്ളപ്പെടാൻ കാരണം ഞാൻ ദൈവത്തിൻ്റെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞില്ല, ദൈവത്തിൻ്റെ കരുണയെ തിരിച്ചറിഞ്ഞില്ല, ദൈവത്തെ സ്നേഹിച്ചില്ല. എന്നിൽ സ്നേഹത്തിൻ്റെ ആ ഒരു അനുഭവം, ആ ഒരു സ്വഭാവം എൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നില്ല. കയ്യിന് സ്നേഹമില്ലായിരുന്നു.
കയ്യിന് ദൈവത്തിൻ്റെ പ്രകൃതിയില്ലായിരുന്നു. ആദാമിന് ദൈവത്തിൻ്റെ സ്വരൂപം നഷ്ടപ്പെട്ടു, ഹവ്വയ്ക്ക് ദൈവത്തിൻ്റെ സ്വരൂപം നഷ്ടപ്പെട്ടു, കയ്യിനും ആ സ്വരൂപം നഷ്ടപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. അതൊരു മഹാത്ഭുതമാണ്. ഹാബേലിന് ഭാഗ്യവശാൽ ദൈവത്തിൻ്റെ സ്നേഹം എന്താണെന്നൊന്നും തിരിച്ചറിഞ്ഞില്ലെങ്കിൽ പോലും ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. ദൈവം സ്നേഹമാണ് എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. മതി, മാത്രം മതി, വേറൊന്നും വേണ്ട. എൻ്റെ ദൈവം സ്നേഹമാണ്, എനിക്ക് വേണ്ടി ക്രൂശിൽ വെച്ച രക്ഷകൻ സ്നേഹമാണ്. അവൻ എന്നോട് വൈരാഗ്യമുള്ളവനല്ല. ഞാൻ പാപം ചെയ്തു എന്ന് പറഞ്ഞ് എന്നെ ശപിച്ച് തള്ളുന്നവനല്ല. ഞാൻ പാപിയാണ് എന്ന് പറഞ്ഞ് എന്നെ ഉപേക്ഷിച്ച് കളയുന്നവനല്ല. ഞാൻ തിന്മ ചെയ്തവളാണ് എന്ന് പറഞ്ഞ് എന്നെ തള്ളിക്കളയുന്നവനല്ല. അവൻ എന്നെ ശപിക്കുന്നവനല്ല. സ്വർഗത്തിലെ ദൈവം സ്നേഹം മാത്രമാണ്. അവൻ എന്നെ വലിയ സ്നേഹമാണ്. ഈ ഒരു ചിന്ത നിങ്ങൾക്ക് വന്നാൽ മതി, നിങ്ങൾക്ക് രക്ഷപ്പെടാം. യേശുക്രിസ്തു എന്നെ സ്നേഹമാണ്. യേശുക്രിസ്തു എന്നെ വ്യക്തിപരമായി അറിയുന്നു. കോടാനുകോടി ജനങ്ങളുള്ള ഈ ലോകത്ത് എന്നെ യേശുക്രിസ്തു വ്യക്തിപരമായി അറിയുന്നു. എൻ്റെ തലയിൽ എത്ര മുടിനാരുണ്ടെന്ന് എനിക്കറിഞ്ഞുകൂടാ, പക്ഷേ എൻ്റെ ഓരോ തലമുടിനാരും യേശു എണ്ണിയിരിക്കുന്നു. സ്തോത്രം. ഒരു തലമുടിനാര് താഴെ വീണുപോയാൽ അത് ദൈവം അറിയാതെ വീഴുകയില്ല. അത്രമാത്രം ഞാൻ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ മുമ്പിലാണ്. ഞാൻ യേശുവിൻ്റെ വകയാണ്. യേശുവിനെ സ്നേഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കയ്യിന് ആ ദൈവസ്നേഹം കിട്ടിയില്ല. ദൈവത്തെ സ്നേഹമായി കാണാൻ കഴിഞ്ഞില്ല. ദൈവത്തെ ക്രൂരനായിട്ടാണ് കണ്ടത്. ദൈവം ഭയങ്കരനായിട്ടാണ് കണ്ടത്. അതാണ് പറ്റിയ തെറ്റിൻ്റെ ആരംഭം അവിടെയാണ്. ദൈവത്തെ സ്നേഹിക്കാൻ കഴിഞ്ഞില്ല, കാരണം ദൈവത്തിൽ വിശ്വാസമില്ലായിരുന്നു. ദൈവത്തെ സ്നേഹിക്കാൻ കഴിഞ്ഞില്ല, കാരണം ദൈവത്തിൽ അവന് ആശ്രയമില്ലായിരുന്നു. അതുകൊണ്ട് മനുഷ്യനെയും സ്നേഹിക്കാൻ കഴിഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ അരിനാമം മഹത്വപ്പെടട്ടെ. നിങ്ങൾ സ്നേഹത്തോടെ പറയട്ടെ, നിങ്ങൾക്കിന്ന് ആ സ്നേഹത്തിലേക്ക് മടങ്ങി വരാം. പരസ്പരം സ്നേഹിക്കുന്നൊരു പുതിയ ജീവിതം, സ്നേഹിക്കാൻ പഠിക്കുന്നൊരു ജീവിതം, എതിരാളികളെ പോലും സ്നേഹിക്കുന്നൊരു ജീവിതം, ശത്രുക്കളെ പോലും സ്നേഹിക്കുന്നൊരു ജീവിതം, നിങ്ങൾക്ക് ഉപദ്രവം ചെയ്തവരെ പോലും സ്നേഹിക്കുന്നൊരു ജീവിതം, നിങ്ങൾക്ക് നഷ്ടം വരുത്തിയവരെ പോലും സ്നേഹിക്കുന്നൊരു ജീവിതം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അതൊരു മഹാഭാഗ്യമല്ലേ? വേണോ നിങ്ങൾക്ക് ആ ഭാഗ്യം? വേണോ? ഉള്ളിൽ നിന്ന് ആരോടെല്ലാം നിങ്ങൾക്ക് കയ്പുണ്ടോ ഇപ്പോൾ ഒഴിഞ്ഞു കളയുക, വിട്ടുകളയുക, നിങ്ങൾ നിശേഷം ഉപേക്ഷിച്ച് കളയുക. ആരോടെല്ലാം പിണക്കമുണ്ടോ, ആരോടെല്ലാം വൈരാഗ്യമുണ്ടോ, എല്ലാം വിട്ടുകളയുക. കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങളുടെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. തമ്മിൽ സ്നേഹം. ഇന്നതാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ലോകത്തതാണ് നഷ്ടപ്പെട്ടത്. എന്തുകൊണ്ടാണ് യുദ്ധങ്ങൾ? എന്തുകൊണ്ടാണ് ഭീകര ആക്രമണങ്ങൾ? നിരപരാധികൾ കൊല്ലപ്പെടുന്നു. എന്തുകൊണ്ടാണത്? എന്തുകൊണ്ടാണ് വംശഹത്യകൾ? എന്തുകൊണ്ടാണ് നരഹത്യകൾ? ദൈവത്തിന് സ്തോത്രം. എന്തുകൊണ്ടാണ് ബലാസംഗങ്ങൾ? എന്താണ്? സ്നേഹം പോയി. മനുഷ്യൻ്റെ വിശുദ്ധി നഷ്ടപ്പെട്ടു പോയി. വിശ്വാസം വേണം, സ്നേഹം വേണം, വിശുദ്ധി വേണം. ഇതില്ലെങ്കിൽ നാം തകർന്നു പോകും, നരകാഗ്നിയിലേക്ക് പോകും. ഇന്ന് ഞങ്ങളുടെ വിനയപൂർവ്വം നിങ്ങളെ ഓർപ്പിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഇന്ന് നിങ്ങൾ ഓരോരുത്തരും ഇരിക്കുന്ന ഇരിപ്പിൽ ദൈവത്തോട് വാക്ക് പറയണം. കർത്താവേ, ഇനി മുതൽ ഞാൻ സ്നേഹമായിക്കൊള്ളാം. എൻ്റെ ഭർത്താവിനെ ഞാൻ സ്നേഹിക്കും, എൻ്റെ ഭാര്യയെ ഞാൻ സ്നേഹിക്കും, എൻ്റെ കർത്താവെ എൻ്റെ മക്കളെ ഞാൻ സ്നേഹിക്കും. അവരെ ഒരു തെറ്റ് ചെയ്താലും ഞാൻ അവരോട് ക്ഷമിക്കും. എൻ്റെ കർത്താവെ, എൻ്റെ മാതാപിതാക്കളോട് ഞാൻ ഒരിക്കലും അവിവേകമായി പെരുമാറുകയില്ല, ഞാൻ അനുസരണക്കേട് കാണിക്കുകയില്ല. നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടിരിക്കാനും നിൻ്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നത് വാഗ്ദത്തത്തോടുകൂടി ആദ്യ കൽപ്പനയാകുന്നു. കർത്താവേ, എനിക്ക് മനസ്സിലായി എന്നിൽ സ്നേഹമില്ലായിരുന്നു. ഇന്നു മുതൽ ഞാൻ എല്ലാവരെയും സ്നേഹിക്കും. എല്ലാവരെയും എന്നേക്കാൾ വലിയവരായി ഞാൻ കാണും. എന്നേക്കാൾ ശ്രേഷ്ഠരായിട്ട് ഞാൻ എണ്ണും. എന്നേക്കാൾ എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരെന്ന് ഞാൻ തീരുമാനിക്കും. കർത്താവേ, ഞാനിതാ എളിയവൻ, ഞാനിതാ താണവൻ. ദൈവത്തിന് സ്തോത്രം. സ്നേഹം നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിത്യവൃത്തിയായി തീരട്ടെ. സ്നേഹം കൊണ്ട് നിങ്ങൾ വ്യാപാരം ചെയ്യുവീൻ. സ്നേഹം കൊണ്ട് നിങ്ങൾ വിത്ത് വിതപ്പീൻ. ദൈവത്തിന് സ്തോത്രം. സ്നേഹത്തിന് വിത്ത് വിതപ്പീൻ. സ്നേഹത്തിൻ്റെ വിത്ത് നിങ്ങൾക്ക് എവിടെയെല്ലാം ഈ സ്നേഹത്തിന് വിത്ത് വിതയ്ക്കാൻ സാധിക്കുമോ അവിടെയെല്ലാം സ്നേഹത്തിന് വിത്ത് വിതപ്പീൻ. നിങ്ങളുടെ ബന്ധപ്പെട്ടവരോട്, നിങ്ങളുടെ ചർച്ചക്കാരോട്, നിങ്ങളുടെ മിത്രങ്ങളോട്, നിങ്ങളുടെ ശത്രുക്കളോട് എല്ലാവരോടും സ്നേഹം ആചരിപ്പീൻ. സ്നേഹം, ദൈവസ്നേഹം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നിങ്ങൾക്ക് തീരുമാനമെടുക്കാൻ പറ്റുമോ? സ്നേഹം കാണുന്നു കുരിശിൽ. ഹല്ലേലൂയ. കുരിശിലേക്ക് നോക്കൂ, അവിടെ സ്നേഹം കാണുന്നു, അവിടെ ക്ഷമ കാണുന്നു, അവിടെ വിശുദ്ധ സ്നേഹം കാണുന്നു. ഹല്ലേലൂയ. അവിടെ ദൈവത്തിലുള്ള വിശ്വാസം കാണുന്നു. ദൈവത്തിന് സ്തോത്രം. എല്ലാം ദൈവത്തിൽ ഫലമേൽപ്പിക്കുന്ന സ്നേഹം കാണുന്നു. എല്ലാം ദൈവത്തിൽ അർപ്പണം ചെയ്യുന്ന സ്നേഹം കാണുന്നു. പിതാവേ, ഇതാ ഞാൻ എൻ്റെ ആത്മാവിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്നു പറഞ്ഞ് കടന്നുപോയ കർത്താവായ യേശുവിൻ്റെ സ്നേഹമാണ് കുറിച്ച് നാം കാണുന്നത്. എല്ലാവരെയും സ്നേഹിക്കുന്ന സ്നേഹം. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതൊരു അറിയായാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറയുന്ന സ്നേഹം. ആ സ്നേഹം ഇന്ന് നിങ്ങൾ ഹൃദയത്തിലേക്ക് പാകി തരികയാണ് കർത്താവ്. ഹൃദയത്തിലേക്ക് കർത്താവ് അത് എല്ലാം നട്ടു തരികയാണ്. സ്നേഹം
നിങ്ങൾക്ക് ഇഷ്ടപ്പെടുള്ളവരോടെല്ലാം ഇഷ്ടം വരുന്നതായൊരു സ്നേഹം, അവർ തെറ്റ് കാണാത്തതായ സ്നേഹം, അവർ തെറ്റായിട്ട് തോന്നാത്തതായ സ്നേഹം, അവരെ എല്ലാവരെയും സ്നേഹിക്കുന്ന സ്നേഹം. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ തന്നെ സ്നേഹത്തിൻ്റെ ബലിവേദിയിലേക്ക് നിങ്ങൾ തന്നെ അർപ്പണം ചെയ്യുവീൻ. അത് കുരിശാണ്. കുരിശ് ചുവട്ടിലേക്ക് നിങ്ങൾ അടുത്തു വരുവീൻ. കുരിശിലേക്ക് നോക്കുവീൻ. സ്നേഹത്തിന് മകുടമായ ക്രിസ്തു കുരിശിന്മേൽ 3 നാളുകൾ തൂങ്ങി കിടക്കുന്നു. വേദന കൊണ്ട് പെടഞ്ഞവൻ കിടക്കുന്നു, യാതനയേറ്റ് പെടഞ്ഞവൻ കിടക്കുന്നു. ആരോടും വൈരാഗ്യമില്ല, ആരോടും പകയില്ല. തന്നെ ന്യായം വിധിച്ച പീലാത്തോസിനോട് പകയില്ല. തന്നെ ശിക്ഷയ്ക്ക് വിധിച്ച കയ്യഫാവിനോടും അന്നാസിനോടും പരിഭവമില്ല. ദൈവത്തിന് സ്തോത്രം. തന്നെ പുച്ഛിച്ച ഹെരോദാരാജാവോട് പരിഭവമില്ല. ദൈവത്തിന് സ്തോത്രം. തന്നെ ഒറ്റിക്കൊടുത്ത യൂദായോടും പരിഭവമില്ല. യൂദ അവസാനം വന്നപ്പോൾ പറഞ്ഞത്, സ്നേഹിത നീ വന്ന കാര്യം എന്ത്? സ്നേഹിത എന്നാണ് വിളിച്ചത്. അവനെ സ്നേഹിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ആ ക്രൂശിലെ സ്നേഹത്തിന് മുമ്പിലേക്ക് ഇതാ യേശു നിങ്ങളെ ആനയിക്കുകയാണ്, നിങ്ങളുടെ കൈ പിടിച്ച് നടത്തിക്കൊണ്ടുവരികയാണ്. ആ സ്നേഹത്തിൻ്റെ ആ കുരിശിൻ്റെ ചുവട്ടിൽ നിങ്ങളൊന്ന് നിങ്ങളുടെ ജീവിതം അർപ്പണം ചെയ്യുക. ഞാൻ നിങ്ങളോടൊപ്പം ഇപ്പോൾ ജീവിതം അർപ്പണം ചെയ്യുകയാണ്. കർത്താവേ, ആ കുരിശിൻ്റെ ബലിവേദിയിൽ എൻ്റെ ആയുസ്സീത ഞാൻ താഴ്ത്തി വയ്ക്കുന്നു. എൻ്റെ ഭാവി ഞാനിതാ വയ്ക്കുന്നു. എൻ്റെ ഭാവി മുഴുവൻ നിൻ്റെ കരുതങ്ങളിലേക്ക് ഞാൻ തരുന്നു. ഇന്നു മുതൽ നാഥ ഞാൻ നിൻ്റെ വകയായി ജീവിക്കും. ഹല്ലേലൂയ. അങ്ങനെ നിങ്ങൾക്ക് തീരുമാനമുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ തലകളെ നിങ്ങൾക്ക് ഉണക്കാം, കണ്ണുകളെ നിങ്ങൾക്ക് അടയ്ക്കാം. നിങ്ങൾ തല ഉണക്കിക്കൊണ്ട് കണ്ണുകൾ അടച്ചുകൊണ്ട് ഞാൻ ഈ പറയുന്ന പ്രാർത്ഥന നിങ്ങൾക്ക് ഏറ്റുമല്ല. കരുണയുള്ള കർത്താവേ, എനിക്ക് വേണ്ടി ക്രൂസിൽ മരിച്ചതിനാൽ ഇന്നു മുതൽ നിനക്കായി ജീവിക്കും. യേശുവേ, സ്നേഹം മാത്രമായി ജീവിച്ചതിനാൽ ഇന്നു മുതൽ നിനക്കായി ജീവിക്കും. യേശുവേ, സ്നേഹമായി കുരിശിൽ മരിച്ചതിനാൽ സ്നേഹത്തിന് വേണ്ടി എന്നെ തന്നെ അർപ്പണം ചെയ്യുന്നു. കർത്താവേ, എന്റെ ഹൃദയത്തിലേക്ക് വരണമേ, തൊടണമേ. ഇന്നു മുതൽ പുതിയ സൃഷ്ടിയായി ജീവിക്കാൻ സൗഭാഗ്യം നൽകണമേ. എന്റെ മേൽ നിന്റെ തിരുരക്തം തളിക്കണമേ. കഴിഞ്ഞകാല പാപങ്ങളെല്ലാം ക്ഷമിക്കണമേ. എല്ലാ പാവവും പൊറുക്കണമേ. എന്നെ നിന്റെ രാജ്യത്തിന് അവകാശിയാക്കി തീർക്കണമേ. എന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ഇപ്പോൾ തന്നെ എഴുതി ചേർക്കണമേ. സാത്താനിയെ ഉപേക്ഷിക്കുന്നു. സ്വീകരിക്കുന്നു. നിന്റെ വക. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരുണയുള്ള കർത്താവേ, അവിടുത്തെ ഈ മക്കളെ ഒന്ന് കണ്ടതിനായി സ്തോത്രം. അപ്പോൾ അവിടെ നിങ്ങളുടെ മധ്യത്തിലേക്ക് എഴുന്നള്ളി വന്നതിനായി എനിക്ക് സ്തോത്രം. എൻ്റെ നാഥ, നിൻ്റെ തൃക്കൈ ഞങ്ങളുടെ മേൽ വെച്ചതിനായി സ്തോത്രം. ഈ നിൻ്റെ ജനത്തെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിച്ച് വിശുദ്ധീകരിച്ച് എഴുന്നേൽപ്പിച്ച് അയക്കണമേ. ഇനിയുള്ള സമാധാന ജീവിതത്തിന് എല്ലാവരെയും യോഗ്യരാക്കി തീർക്കണമേ. അവിടുത്തെ 2ാമത്തെ വരയിൽ പറന്നു വരുന്ന വിശുദ്ധന്മാരുടെ നിലനിൽപ്പ് എല്ലാവർക്കും ഭാഗ്യം നൽകണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കുറയോടെ കേൾക്കണമേ. ആമീൻ. അമൃതധാര എല്ലാ ശനിയാഴ്ചയും രാവിലെ 6:30 മുതൽ 7 മണി വരെ നിങ്ങളുടെ സൂര്യ TV-യിൽ.